ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, FZ V2. അപ്പോൾ ഈ വണ്ടിയിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പിന്നെ എന്തൊക്കെ മോഡിഫിക്കേഷൻ പിന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഫുൾ ഒരു വാക്കറൗണ്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. വണ്ടി ഫുൾ ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് ഈ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ഷേപ്പിൽ അത്യാവശ്യം LED ലൈറ്റ് വെച്ച് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടയർ ഹഗ്ഗർ കണ്ടോ, കാണാൻ തീർ ലുക്കാട്ടോ. ടയർ ഹഗ്ഗറും നല്ല വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, സെറ്റാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു ബ്ലാക്കും റെഡും ആ ക്രീം കളർ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ല, ഭയങ്കര ലുക്കാണ് വണ്ടി കാണാൻ. എന്താ പറയുക, സെറ്റായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. V2 ഒരു ലെവലാക്കി എടുത്തിട്ടുണ്ട് വണ്ടി. പിന്നെ ഫ്രണ്ടിൽ ആ ഹെഡ് ലൈറ്റ് ഉണ്ടോ, അത് ശരിക്കും LED ലൈറ്റാണ്, എനിക്ക് തോന്നുന്നു നോർമലാണ് വരുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതുണ്ടോ ടയറിൻ്റെ നമ്മുടെ മെയിൻ മഡ്ഗാർഡ് ഡ്യൂക്ക് 250യുടെ മഡ്ഗാർഡ് ആട്ടോ ഇത്, ഭയങ്കര ലുക്കാണ്. പിന്നെ ഹെഡ് ലൈറ്റിൽ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് വണ്ടിക്ക്, ബ്ലാക്ക് സ്റ്റിക്കർ, അത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ആ സാധാ നോർമൽ ലൈറ്റ് മാറ്റിയിട്ട് പിന്നെ അതിൽ LED ലൈറ്റൊക്കെ ഇട്ടിരിക്കണം ഹെഡ് ലൈറ്റിൽ, അതും കാണാൻ സെറ്റപ്പാണ്. എന്താ പറയുക, ടോട്ടൽ ഒരു വണ്ടി വേറൊരു ലെവലായിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഒറിജിനൽ KTMൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടോ, അത് അത്യാവശ്യം റേറ്റ് തന്നെയാണ്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ നിന്നാണല്ലോ നമ്മുടെ അലോയ്സിൽ അവൻ വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അത് അത്യാവശ്യം ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിച്ചിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. കറങ്ങുമ്പോഴായാലും കാണാൻ നല്ല ലുക്കാണ് വണ്ടി. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തേക്കണത് ശരിക്കും അതെടുത്ത് താഴത്തേക്ക് ഒരു കമ്പി കൊടുത്തിട്ട് അവിടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് മഡ്ഗാർഡിൻ്റെ മേളിലായിട്ട്, അതും നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ നിന്നാണെങ്കിലും വണ്ടിയുടെ ഒരു ലുക്കേ എന്താ പറയുക, V2 അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ചിലർക്ക് ലുക്ക് വൈസ് വണ്ടി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, എനിക്കത്ര അത്ര ലുക്ക് വൈസ് അത്ര താല്പര്യമുള്ള വണ്ടിയല്ലായിരുന്നു. പക്ഷേ ഇവൻ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ ഈ വെച്ചേക്കണേ കാണുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും, കാരണം അത്ര സെറ്റായിട്ട് അവൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. വൈസറൊക്കെ നമ്മുടെ യമഹയുടെ തന്നെ വൈസറൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വൈസറാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വണ്ടിയിൽ അവനെ ചെയ്തേക്കുന്ന ആ ബ്ലാക്കും റെഡും സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കണം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി റീപെയിൻറ്റ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്തതും ടോട്ടൽ രണ്ടും കൂടി ഏകദേശം 5000 അത്രേ ആയിട്ടുള്ളൂ. അത്രയും എനിക്ക് തോന്നുന്നു. സ്റ്റിക്കർ വർക്കിന് ഏകദേശം 2000 സംതിങ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പെയിൻറ്റിനും 3500 ആണെന്ന് തോന്നുന്നു. ഏകദേശം എങ്ങനെ നോക്കിയാലും രണ്ടിനും കൂടി ഒരു 5000 റേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റേറ്റിന് വണ്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വണ്ടി സെറ്റാക്കി എടുത്തേക്കണേ. പിന്നെ വണ്ടിയിൽ ബ്രംബോയുടെ ബ്രേക്ക് ലിവർ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി ഏതായാലും വണ്ടി ഒന്ന് ഓടിച്ചു പോട്ടെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. 2015 മോഡൽ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റേതായ അത്രയും പഴക്കമുള്ള വണ്ടി കൂടിയാണിത്. പിന്നെ വണ്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ ബ്രംബോയുടെ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറൊക്കെ കയറ്റിയിട്ടുണ്ട്. പക്ഷേ വണ്ടി എന്നിട്ടും ക്ലച്ച് അത്യാവശ്യം നല്ല ടൈറ്റാണ്. സാധാരണ അത് കയറുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ലൂസ് ആവുകയാണ്, കുറച്ചുകൂടി ഈസി ആയിരിക്കും ക്ലച്ച് പിടിക്കുക. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ടൈറ്റ് ആയിരിക്കുകയാണ്. വേറെ പക്ക കേട്ടോ, വണ്ടി ഓടിക്കാനാണല്ലോ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെയാണ് വണ്ടി കൊണ്ടു നടക്കുന്നത്. പിന്നെ ഇതിന് മാത്രം പറയാൻ വേറെ എൻജിൻ വൈസ് വേറെ എന്താ പറയുക, എൻജിൻ വൈസ് ഇവൻ വണ്ടി എനിക്ക് തോന്നുന്നു 2015 വണ്ടിയാണ്. ഇവൻ എടുത്തപ്പം എൻജിൻ സൈഡിൽ നിന്നൊരു പണി കിട്ടിയായിരുന്നു. ഇതിൻ്റെ എൻജിൻ്റെ ഷാഫ്റ്റ് പോയായിരുന്നു, അത് ഇവനൊരു പണി കിട്ടിയതാണ്. അപ്പോൾ മിക്ക ആൾക്കാർക്കും അത് പണി കിട്ടാറുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, അങ്ങനെ സീനുണ്ട്, പണി കിട്ടും. എടുക്കുമ്പോൾ ഫ്രണ്ടിൽ ആ ക്യാപ്പ് അയച്ച് നോക്കി എൻജിൻ ഷാഫ്റ്റിൻ്റെ ഇത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രോബ്ലം ഉണ്ടോ നോക്കിയിട്ട് എടുക്കാവുള്ളൂ. ഞാൻ പല വീഡിയോസിലും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വേർഷൻ 1 FZ16, പിന്നെ ഇത് വേർഷൻ 2. വേർഷൻ 1 ഏറ്റവും കൂടുതൽ കാണുന്നത്, കാരണം അത്രയും വർഷം പഴക്കമായി. അപ്പോൾ വണ്ടി അത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ വണ്ടികൾക്കൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് ഈ ഇഷ്യൂ വരാനുള്ളത്. ഇത് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കുക അല്ലാണ്ട് ഒരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ ഇത് എടുത്തിട്ട് റെഡിയാക്കിയതിന് ഏകദേശം 15 അടുത്തായി, 15, 10, 12 ആ ഒരു റേറ്റ്, 10-12 എങ്ങനെ പോയാലും ആവും. അപ്പോൾ അങ്ങനെ, കാരണം ഇത് എൻജിൻ ഫുൾ അയച്ചിട്ട് വേണം ഇത് മാറാൻ. അപ്പം അങ്ങനെ എൻജിൻ പണിയുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ മാറിയതിന് 10-12 രൂപയോളമായി, 10-15 അടുത്ത് കൂട്ടിക്കോ. അപ്പം അത് നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വണ്ടികൾ മാത്രമല്ല, KTMൻ്റെ വണ്ടി ആയിക്കോട്ടെ, ബജാജിൻ്റെ വണ്ടി ആയിക്കോട്ടെ, വേറെ ഏത് വണ്ടികളാണെങ്കിൽ പോലും അതൊന്നും നോക്കി ക്ലിയർ ചെയ്തെടുക്കണമായിരിക്കും നമുക്ക് എപ്പോഴും ബെറ്റർ. കാരണം അത് നല്ല രീതിക്ക് എക്സ്പെൻസ് ആവും, നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ തരും. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നല്ല നഷ്ടത്തിലായിപ്പോവും. ഈ FZ-V1 ഒക്കെ നോക്കി നടക്കണ ഒത്തിരി പയ്യന്മാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടീനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിരിക്കും FZ-V2 എടുത്തു കഴിഞ്ഞാൽ. വേറൊന്നും കൊണ്ടല്ല,
വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണേ, കാർബറേറ്റർ ഭയങ്കര കാർബറേറ്റർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ശോകമാണ് V1. അതുപോലെ തന്നെ F16 ഇത് നമ്മൾ എവിടെയും ലോങ് കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ വണ്ടിക്ക് മിസ്സിങ് കാര്യങ്ങൾ ഭയങ്കര തൊല്ലയാണ്. അതുമാത്രമല്ല നമ്മൾ നോൺ സ്റ്റോപ്പൊക്കെ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിങ് കൂടും. അങ്ങനെയൊക്കെ ഭയങ്കര സീനാണ്. അത് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ V2 അടിപൊളിയാണ്. V2 അങ്ങനെ ലോങ് പോയി മിസ്സിങ് ചെറിയ ഒരു ഹൈ ആറ്റിറ്റ്യൂഡിലൊക്കെ പോയി കഴിയുമ്പോൾ ചെറിയ മിസ്സിങ് ഒക്കെ വരും. എങ്കിൽ പോലും അതുപോലെ മിസ്സിങ് ഇഷ്യൂ അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് ഓടിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നൈസായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. വേറെ ഒരു വള്ളിയില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടും ബെറ്റർ V2 നോക്കണതാണ്. പലരും ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടാണ്ട് പലരും ഈ വണ്ടി നോക്കാറില്ല. പേഴ്സണലി എനിക്കും ഇതിൻ്റെ ലുക്കിനോട് അത്ര വലിയ ഒരു ഇഷ്ടമില്ലായിരുന്നു. എനിക്കിതിലും കാണാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം മറ്റേ നമ്മുടെ FZ V1 തന്നെയാണ്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ V2 ആയിരിക്കും. കാരണം നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. താനും ഈ കാർബറേറ്റർ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, നൈസായിട്ട് വണ്ടി കൊണ്ടുനടക്കുകയും ചെയ്യാം. ഈ വണ്ടിയുണ്ടോ പക്ഷേ ഈ വണ്ടി ഇവൻ ഈ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി കാണും ഒരു രക്ഷയില്ല കേട്ടോ, എന്നാ പറഞ്ഞാലും. കാരണം ഇപ്പോൾ റൂട്ടിൽ കൂടെ ഞാൻ ഇപ്പോൾ പോകുമ്പോൾ അത്യാവശ്യം റോഡ് പ്രസൻസ് ഉണ്ട്, വണ്ടി അത്യാവശ്യം ആൾക്കാർ നോക്കും. ഈ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും അതും ഇതൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ അത്യാവശ്യം ഈ നമ്മുടെ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ലുക്ക് ശരിക്കും അങ്ങ് മാറി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാറുന്നല്ലോ, V2 എടുത്തായിരുന്നു വലിയ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ കൊണ്ടുനടക്കാനാണ് ഈ V2 എടുത്താലും നമുക്ക് അത്യാവശ്യം ലുക്കായിട്ട് കൊണ്ടുനടക്കാം. നമുക്ക് ആ FI ആണ് താനും, വേറെ വള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല താനും. അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ V1 നോക്കാൻ കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ V1 നോക്കണ പിള്ളേർ ഈ V2 നോക്കുവാണെങ്കിൽ വണ്ടി കുറച്ച് എമൗണ്ട് ഇട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലും യൂസ് ചെയ്യാനും ബെറ്റർ ആയിരിക്കും. അത്യാവശ്യം ലോങ്ങൊക്കെ നമുക്ക് നോൺ സ്റ്റോപ്പ് റൈഡ് ചെയ്ത് പോവുകയും ചെയ്യാം. പിന്നെ V1 എടുക്കാൻ നിൽക്കണവരാണെങ്കിലും അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടി എടുക്കുക. ഒത്തിരി മോഡൽ ബാക്കോട്ട് പോയി എടുക്കരുത്. കാരണം ഉറപ്പായിട്ടും പണി കിട്ടും. കാരണം ഒന്നാമതെ 80,000 സംതിങ് 1 lakh കിലോമീറ്റർ അടുത്താകുമ്പോഴത്തേക്കും മിക്ക വണ്ടികൾക്കും ഈ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം മോഡൽ കൂടി വണ്ടി എടുക്കുക. ഒരു 50,000 താഴെ കൂടി വണ്ടി കിട്ടുമെന്ന് നോക്കുക. അല്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ഇങ്ങനെ പൈസ കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മാക്സിമം കുറച്ച് ബഡ്ജറ്റ് ഇട്ട് V2 എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. V2 ആണെങ്കിൽ പോലും ഇതുപോലെ ഒത്തിരി പഴയ വണ്ടി എടുക്കരുത്. അത്യാവശ്യം മാക്സിമം മോഡൽ കൂടിയ വണ്ടികൾ എടുക്കുക. അതുപോലെ ഓട്ടം കുറഞ്ഞ വണ്ടി എടുക്കുക. അത്യാവശ്യം കിലോമീറ്റർ 50,000 താഴെ എടുക്കണമായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. ഒരു 40,000 30,000 ഒക്കെ എടുക്കണമായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ടോപ്പ് എൻഡ് നോക്കുന്ന ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ പവർ വൈസ് ആണെങ്കിലും V2 തന്നെയാണ് എപ്പോഴും മുമ്പിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ലോങ് റൈഡ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ പോലും V2 തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ. ഇതുപോലെ നമുക്കൊരു മഴയുള്ള ടൈം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേർഷൻ 1 കൊണ്ടൊക്കെ പോകണമെങ്കിൽ കാർബറേറ്റർ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണ്. ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്ററിന് നല്ല ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട് മഴ നനഞ്ഞ് കഴിയുമ്പോൾ. എനിക്ക് തോന്നുന്നു V2-നകത്ത് മീറ്ററിൻ്റെ സീൻ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ കാർബറേറ്റർ സീനാണ് V1. V2-ന് എനിക്ക് തോന്നുന്നു മീറ്റർ അത് അവനോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റില്ല. മീറ്ററിന് മഴ പെയ്ത് നനഞ്ഞ് കഴിയുമ്പോൾ പ്രശ്നമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ. V1 ശരിക്കും വരുന്നുണ്ട്, ഓഫായി പോവും, പെട്ടെന്ന് ഉടനെ അടിച്ചു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. പിന്നെ വേറെ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ കാർബറേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ V1-ൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. പലരും വണ്ടിയോടുള്ള ക്രേസ് കാരണം ചിലർ ആ വണ്ടി എടുത്തിട്ട് കാർബറേറ്റർ മാറ്റി FI ആക്കി യൂസ് ചെയ്യുന്നവർ വരെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മളെ കൊണ്ട് അതൊക്കെ ഭയങ്കര ബഡ്ജറ്റാണ്. 40 50 രൂപയൊക്കെ റേറ്റ് വരും. പിന്നെ വണ്ടി FI ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. 50 എബോ എങ്ങനെ പോയാലും മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മൈലേജ് കിട്ടും. 50 എബോ എന്തായാലും കിട്ടും. പിന്നെ ടാങ്ക് കപ്പാസിറ്റി ആണെങ്കിൽ പോലും 12 ലിറ്റേഴ്സ് ഉണ്ട്, 12 ലിറ്റർ തന്നെ ഉണ്ട്. നമ്മുടെ V1-ഉം 12 തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ലോങ് ഒക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം മൈലേജും കിട്ടും, ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് തന്നെ. നമ്മുടെ V1 ആകുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കുറവാണ്. കാർബറേറ്റർ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ വണ്ടിക്ക് ഏകദേശം അത്യാവശ്യം ഫസ്റ്റൊക്കെ നല്ല മൈലേജ് കിട്ടുന്നു, 50 കിലോമീറ്റർ മേളിൽ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പോകെ മൈലേജ് ശരിക്കും കാർബറേറ്ററിന് പയ്യെ പഴക്കം വരുന്നതനുസരിച്ച് മൈലേജ് കുറയുന്നുണ്ട്, മൈലേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. പിന്നെ 45 ചിലർക്ക് 40 കിട്ടുന്നുള്ളൂ, ചിലർക്ക് 45, ചിലർക്ക് 40 താഴെയുള്ളവർ വരെ ഉണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. ഈ വണ്ടിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു മര്യാദയ്ക്ക് ഓടിച്ച് കഴിഞ്ഞാൽ ഒരു 50 മേളിൽ മൈലേജ് കിട്ടും, ഒരു 50 എങ്കിലും എങ്ങനെ പോയാലും കിട്ടും. അപ്പം അതും നമുക്ക് ഏറ്റവും ബെറ്റർ V2 തന്നെയാണ് കേട്ടോ, മൈലേജിൻ്റെ കേസുകളാണെങ്കിൽ പോലും. ഞാൻ മെയിനായിട്ട് V1-ഉം V2-ഉം തമ്മിലൊരു കമ്പാരിസൺ വീഡിയോ പോലെ പറയാൻ കാരണം വേറൊന്നുമല്ല. ഒത്തിരി പേരെന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് V1 എടുക്കുന്നതിനെ കുറിച്ച്, എങ്ങനെയാണ് ബ്രോ എടുത്ത സീനുണ്ടോ, പ്രശ്നമുണ്ടോ, കാര്യങ്ങളുണ്ടോ, ഇച്ചിരി കിലോമീറ്റർ ഓടി വണ്ടി എടുത്ത പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഞാൻ മാക്സിമം എൻ്റെ അടുത്ത് വന്ന എല്ലാവരോടും തന്നെ ഞാൻ പറഞ്ഞു വിടാറ്, ബ്രോയുടെ അതിൽ കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ V2 എടുക്കണമായിരിക്കും നല്ലത് എന്ന് ഞാൻ പറഞ്ഞു വിടാറുണ്ട്. കാരണം V1 എത്ര ഇഷ്ടപ്പെട്ട് ആൾക്കാരെടുത്താൽ പോലും കുറച്ച് കഴിയുമ്പോൾ ഈ കാർബറേറ്ററിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് V2 മതിയായിരുന്നു എന്നൊരു തോന്നൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്കങ്ങനെ പേഴ്സണലി എനിക്ക് തോന്നിയായിരുന്നു
V2 എടുത്താൽ മതിയായിരുന്നല്ലോ എന്ന്. കാരണം അല്ലെങ്കിൽ ഈ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് എനിക്കൊരു ഈ ലോങ് ടൂറും ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതലും ആ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഞാൻ അത് തന്നെയാണ് പറയുള്ളൂ, കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ പൈസ ഇറക്കി മാക്സിമം V2 എടുക്കുക. വേർഷൻ 1 ഒക്കെ എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അതാണ്. പിന്നെ ഞാൻ ഇത്ര നേരം ഓടിച്ച് വെച്ചിട്ട് ഈ വണ്ടി ഒരു രക്ഷയില്ല. വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. എനിക്ക് ആകപ്പാടെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ഫീൽ ചെയ്ത ആ ബ്രേക്സ് ക്ലച്ച് ഒരു ഇച്ചി ടൈറ്റാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഓടിക്കുന്ന മറ്റേ നമ്മുടെ MTയുടെ സ്ലിപ്പർ ക്ലച്ചാണ്, അതിൻ്റെ നല്ല അറിയാമല്ലോ, ഭയങ്കര സ്മൂത്താണ്. ഇനി അത് പിടിച്ച് ഇത് പിടിക്കുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യണമെന്നൊന്നും അറിയില്ല, ഇല്ല അത് മാത്രം നെഗറ്റീവ് പോലെ തോന്നിയുള്ളൂ. വണ്ടി പക്ക സ്മൂത്താണ്. പിന്നെ ലുക്ക് വൈസ് വണ്ടീനെ നെഗറ്റീവ് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തൊരു ഈ വണ്ടി ഒന്ന് കണ്ടില്ലേ, തീർ ലുക്കാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. വണ്ടി സ്റ്റിക്കർ വർക്കും ബ്ലാക്ക് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ വണ്ടി തീർ ലുക്കായി. അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡ് പ്രസൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വല്ല ലോങ് റൈഡ്സ് ഒക്കെ പോകാനാണെങ്കിൽ പോലും അവൻ പോയിട്ട് ഇതുവരെ മിസ്സിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ വള്ളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം വണ്ടി V2 എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ലുക്ക് വൈസ് ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം, അടുത്ത വണ്ടിയായിട്ട് കാണാം. ബൈ.